ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പാവം പിടിച്ച നമ്മുടെ അലീന പാട്ടും പാടി രസിച്ചിങ്ങനെ വരുക കേട്ടോ മുറിയിലേക്ക്. മുറി തുറന്ന് അകത്ത് കയറുന്നത് മനുവിനെ കാണാണ്. കണ്ട പാടത്തിന് ചമ്മി നാറി പോവുക കേട്ടോ. എന്നിട്ട് അയ്യേ മനുവേട്ടനോ എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കുക. ഞാൻ വന്നിട്ട് കുറച്ച് നേരം ആയി. ആഹാ, പാട്ടൊക്കെ കൊള്ളാമല്ലോ, നന്നായിട്ടുണ്ട്, എന്നാൽ ഒന്ന് പാടിക്കേന്ന്. അല്ല, ഞാനത് വെറുതെ. അപ്പോൾ മുത്തശ്ശി പറയാം, എടാ അവൾ നിമിഷ കവിയാണ്, എന്നെ കാണുമ്പോഴൊക്കെ അവൾക്ക് പാട്ട് വരും. അത് ശരി, നടക്കട്ടെ, കൊള്ളാമല്ലോ. എന്നാൽ കാര്യം ചെയ്യാം മുത്തശ്ശി, ഞാനേ ആൻറ്റി ഒന്ന് കണ്ടിട്ട് വരട്ടെ. എന്നിട്ട് അലീനെ ഒന്നുകൂടെ നോക്കിയിട്ട് ആൻറ്റിയെ കാണാൻ പോവുക. അപ്പോൾ വൈജ ബാങ്കിൽ പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. ആഹാ മനു, നീ എപ്പോഴാണ് വന്നത്? ഞാൻ വന്ന പാടെ മുത്തശ്ശിയെ കാണാൻ പോയി. കണ്ടോ അമ്മേ? കണ്ടു. പിന്നെ നിനക്ക് കാപ്പി എടുക്കട്ടെ? കഴിച്ചാലോ? ശരി, എന്നാൽ എടുത്തോ. എന്താ കഴിക്കാൻ? ഇഡലിയും സാമ്പാറൊക്കെ ഉണ്ട്. എന്നാൽ കഴിച്ചോ, നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. അങ്ങനെ രണ്ടുപേരോട്ട് കഴിക്കാൻ വെക്കാട്ടോ. കഴിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇതാരാ ഉണ്ടാക്കിയത്? കുഞ്ഞോള് പോയില്ലേ? കുഞ്ഞോളുണ്ടോ ഇവിടെ? കുഞ്ഞുമോളൊക്കെ ഞാൻ പറഞ്ഞു വിടട്ടാ. ഇതിപ്പോൾ ഇവിടെ നിൽക്കുന്ന പുതിയ കൊച്ചില്ലേ, അലീന, അവളുണ്ടാക്കിയതാ. ഓ, പക്ഷെ നന്നായിട്ടുണ്ടല്ലോ, ടേസ്റ്റ് ഉണ്ടല്ലോ. അതെ, ആഹാരമൊക്കെ നന്നായിട്ടുണ്ടാക്കും കേട്ടോ, കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. പിന്നെ വേറൊരു കുഴപ്പം. പിന്നെ എന്താ ഇത്ര കുഴപ്പം? അതല്ല, അവളെ കാണാൻ നല്ല സുന്ദരിയല്ലേ, അതുകൊണ്ടുള്ള കുഴപ്പമേ ഇവിടെ ഉള്ളൂ. അപ്പോഴാണ് അലീന അങ്ങോട്ട് വരുന്നത് കേട്ടോ. അലീനോട് പറയാം, നീ ഒരു കാര്യം ചെയ്ത് ചായ ഇട്ടിട്ട് വന്നു. അങ്ങനെ ചായ എടുക്കാൻ വേണ്ടി അലീന പോവാട്ടോ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, അതെന്താ ആൻറ്റി അങ്ങനെ പറഞ്ഞത്? എടാ അല്ല, ഇവിടുത്തെ എന്ത് സുന്ദരി, ഇവിടെ ബബിതയും കൃഷ്ണയൊക്കെ നല്ല സുന്ദരിയല്ലേ, അത്രയൊക്കെ വരുമോ? ഓ, നീ അങ്ങനെ അങ്ങ് വാങ്ങിച്ചങ്ങ് പൊക്കണ്ട കേട്ടോ അവരെ. എനിക്ക് കണ്ണിലേ, എൻ്റെ മുഖത്ത് കണ്ണ് തന്നെ ഇരിക്കണം കേട്ടല്ലോ. പിന്നെ അവളാണെങ്കിലേ ഇത് കാണാൻ സൗന്ദര്യമായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചെറുപ്പക്കാരി പെൺപിള്ളേരൊക്കെ ഇവിടെ കൂടെ നിർത്തുന്നത് ശരിയാവില്ലടാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിനിപ്പോൾ എന്താ കുഴപ്പം? അങ്ങനെയല്ല, വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല. ഇവിടെ അറിയാമല്ലോ എന്താ കാര്യം, ബാലചന്ദ്രനുണ്ട്, ആണുങ്ങളായിട്ടുള്ളവരൊക്കെ ഇവിടെ ഉള്ളതാണ്. പിന്നെ രോഹിത്ത്, ഇവരൊക്കെ പറയാൻ പറ്റില്ല, കൊച്ചു പിള്ളേരല്ലേ, അവർക്ക് എപ്പോഴാണ് എന്താ തോന്നുന്നതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പിന്നെ അയൽവക്കത്തുള്ള വഴി പോണവന്മാരും ഒക്കെ ഇനിയിപ്പോൾ ഇവിടെ എത്തിനോട്ടം തുടങ്ങും, ഇവിടുത്തെ ജോലിക്കാരെ കാണാമെന്നും പറഞ്ഞിട്ട്. അവൾ അങ്ങനെയൊന്നും അല്ല ആൻറ്റി, അവൾ ഒരു ഓർഫണേജിൽ നല്ല മര്യാദയായിട്ട് വളർന്ന കുട്ടിയല്ലേ. ഓർഫണേജിലെ കാര്യമൊന്നും നീ എന്നോട് പറയണ്ട. ഇനി എവിടെ മര്യാദയായിട്ട് വളർന്നാലും ശരി തന്നെ, ഈ ഒരു പ്രായത്തിൽ പെണ്ണിന് ആണിനോടും ആണിന് പെണ്ണിനോടും ഒരു സ്നേഹവും ഇഷ്ടമൊക്കെ തോന്നും. അത് പ്രകൃതി നിയമമാണ്, അവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. എന്നാലും അലീന, പിന്നെ അവളുടെ ഒരു രീതിയും അവളുടെ ഒരു നിപ്പും ഒക്കെ കണ്ടാൽ തന്നെ അറിയും. അവളുടെ ഈ ഒരു ഇതൊക്കെ കണ്ടാൽ ഈ വീട്ടിലെ കൊച്ചാണെന്നല്ലേ പറയത്തുള്ളൂ. ഞാനേ ഇന്നാളിവിടെ ഇറങ്ങി നിൽക്കുമ്പോൾ എന്നെ പരിചയമുള്ള ഒരാൾ കണ്ടിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ മോളാണെന്ന്. അറിയോ? അതും കേട്ടുണ്ട്. അലീന ചായയും കൊണ്ട് ഇങ്ങോട്ട് വരുവാണ്. അപ്പോൾ ചായയൊക്കെ എടുത്ത് കൊടുക്കാണ് കേട്ടോ. അലീനയ്ക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാവേണം, അമ്മ ഇങ്ങനെ പറയണ കേൾക്കുമ്പോൾ. അങ്ങനെ നമ്മുടെ മനു ചായ കുടിച്ചിട്ട് പെട്ടെന്ന് വൈജയുടെ മുഖത്തേക്ക് പറയാം, അയ്യേ എന്താ ഈ ചായ ഇങ്ങനെ ഇരിക്കണേ? എന്താടാ കുഴപ്പം? ചായക്ക് എന്താ കുഴപ്പം? ഞാനൊന്ന് കുടിച്ച് നോക്കട്ടെ. അങ്ങനെ വൈജയന്തിക്ക് കൊണ്ടുവച്ച് ചായ വൈജയന്തി കുടിക്കുകയാണ്. നല്ല ചായയാണല്ലോ, നിനക്കെന്ത് പറ്റി? കേടാ, കള്ളം പറയല്ലേ, നല്ല ചായ തന്നെ. നല്ല ചായ തന്നെ, അത് ശരി. അപ്പോഴത്തേക്കിനും പെട്ടെന്ന് സന്തോഷം കൊണ്ടിട്ട് അലീന അങ്ങ് തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ വീണ്ടും വൈജയന്തി പറയുന്നുണ്ട്, എനിക്ക് ഇവളെ കാര്യത്തിൽ വേറെ ഇവിടെ പ്രശ്നങ്ങളായിട്ടൊന്നും തോന്നിയിട്ടില്ല, ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, ആഹാരമൊക്കെ നന്നായിട്ടുണ്ടാക്കും. പക്ഷേ ഇവളുടെ ഈ ഒരു സ്വഭാവം ഇങ്ങനെ പറയുന്നത് കൊണ്ടുള്ള നീ വേറൊന്നും വിചാരിക്കരുത്. ഇവിടെ ആൺപിള്ളേരും ഒക്കെ ഉള്ളതാണ്, അതുകൊണ്ട് എന്തെങ്കിലും പറ്റിപ്പോയാൽ പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ നടക്കണ്ടേ, അതുകൊണ്ടൊക്കെ ഉള്ള ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വീണ്ടും മനു പറയുന്നുണ്ട്, ആൻറ്റി അങ്ങനെയൊന്നും വിചാരിക്കണ്ട, അവളൊരു നല്ല കുട്ടിയാണ്, വേണമെങ്കിൽ ഞാനൊന്ന് ഉപദേശിക്കട്ടെ എന്ന് ചോദിക്കാം. ഉപദേശം? പിന്നെ ഉപദേശിച്ചാലൊന്നും ഈ പ്രായത്തിൽ ഒന്നും പറ്റില്ല. കണ്ണും കൈയും കാണിച്ച് അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞ് മനസ്സിൽ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഉപദേശത്തിനൊന്നും ഒരു വില ഉണ്ടാവില്ല എന്ന് പറയാം. പിന്നീടാ സംസാരിച്ച് ഇത്രയും സമയമായി. ഇനി ഒരു കാര്യം ചെയ്യാം, ഞാൻ ബാങ്കിലേക്ക് പോവാം, നീ ഇവിടെ കാണൂലല്ലേ? ഞാൻ മുത്തശ്ശിയെടുത്ത് പോക്കോളാം എന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് അലീനയോട് ഈ കാര്യങ്ങൾ പറയാൻ വരിക കേട്ടോ. അപ്പോൾ അലീന ഇതെല്ലാം കേട്ട് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ അലീന പറയാൻ, എന്നോടൊന്നും പറയണ്ട, ഞാൻ എല്ലാം കേട്ടു, പക്ഷേ ഞാൻ നിങ്ങൾ വിചാരിക്കണ പോലെയൊന്നുമല്ല, ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്യില്ല, ഞാൻ എന്നെ തന്നെ നോക്കി ഞാൻ മര്യാദയായിട്ട് തന്നെ നിന്നോളാം, ഒരു തെറ്റ് ഞാൻ ചെയ്യില്ല എന്ന് പറയാം. പിന്നെ ഇനി എൻ്റെ മുഖത്തിൻ്റെ സൗന്ദര്യമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ വല്ല തിളച്ച വെള്ളമോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് ഞാൻ എൻ്റെ മുഖത്തൊഴിച്ച് വികൃതമാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ മനു വഴക്ക് പറയട്ടെ, എന്തിനാ അലീന ഇങ്ങനെയൊക്കെ സംസാരിക്കണത്, അങ്ങനെയൊന്നും പറയല്ലേ, ഇതിപ്പോൾ ആൻറ്റി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, നിനക്ക് ഞാനുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ അലീനയ്ക്കത് സന്തോഷമാവും കേട്ടോ. അങ്ങനെ നമ്മുടെ രോഹിത്തിനെ കാത്ത് ഹോട്ടലിൽ ഇരിക്കുകയാണ്
ഹരി ഇങ്ങനെ വളരെ ടെൻഷൻ അടിച്ചിരിക്കട്ടോ, എപ്പോഴേ വരാമെന്ന് പറഞ്ഞ് ഇവൻ എവിടെ പോയി കിടക്കുക, ഇതുവരെയായിട്ട് എത്തിയില്ലല്ലോ. അങ്ങനെയാണ്. അപ്പോഴാണ് ദേ വരുന്നുണ്ട്. വന്ന പടത്തിനെ കയ്യിലിരുന്ന ഒരു പൊതി എടുത്ത് അങ്ങോട്ട് കൊടുക്കുകയാണ്. എടാ എന്നാ പിടിച്ചോ, ഞാൻ വലിയ പാടുപെട്ടാ ഇത് നിനക്ക് ഉണ്ടായിക്കൊണ്ട് വന്നത് എന്ന് പറഞ്ഞ് മയക്കുമരുന്നിൻ്റെ പൊടിയാട്ടോ. അങ്ങനെ അത് കൊടുക്കുന്ന ഹരിക്ക് സന്തോഷമാവുന്നുണ്ട്. പിന്നെ ചിക്കൻ നിനക്കെന്തിനാണ് ഇത്ര കാശിൻ്റെയൊക്കെ ആവശ്യമെന്ന് ചോദിക്കുക. അപ്പോഴാണ് ഹരി പറയണത്, 3-4 ഇല്ലടാ, എല്ലാത്തിനും പോറ്റണ്ടേ. നിനക്ക് 3-4 ഉണ്ടോ? പിന്നെ ഇപ്പോൾ ഒരുത്തിയും കൂടെ വന്നിട്ടുണ്ടല്ലോ, നിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അലീന. എല്ലാത്തിനെയും ഒരു വഴിക്കൊക്കെ കൊണ്ട് നടക്കണ്ടേ. പിന്നെ അവൾ അങ്ങനെയൊന്നും വീഴുന്ന ടൈപ്പ് അല്ലടാ എന്ന് രോഹിത് പറയാട്ടോ. ആര് പറഞ്ഞു? ഞാൻ അങ്ങോട്ട് വന്ന് നിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാനൊരു കപ്പ് ചായ എടുക്കാൻ പറഞ്ഞിരുന്നു, അവൾ എടുത്തുകൊണ്ട് വന്നു. ഞാൻ അവൾക്കൊരു കിസ് കൊടുത്തു. ആണോ? അതിനൊക്കെ അവൾ നിന്ന് തന്നോ? പിന്നല്ലാണ്ട് അവളെ അതിനൊക്കെ നിന്ന് തരും. നീ ചുമ്മാ തള്ളു പറയല്ലേ. തള്ളല്ലടാ, നീ വേണമെങ്കിൽ മുത്തശ്ശിയോട് ചോദിച്ചു നോക്ക്. ആ ഒരു കാര്യം ചെയ്യും, നീ ഒന്ന് മുട്ടി നോക്ക് എന്ന് രോഹിത്തിനോട് പറയാ ഹരി. എനിക്ക് എൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്നും വയ്യ, എനിക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ലടാ. എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ പറയുമ്പോൾ നീ അങ്ങ് ചെയ്താൽ മതി. എന്ത് ചെയ്യണമെന്ന്? എടാ അവളോട് നീ ഒരു കപ്പ് കാപ്പി എടുത്തിട്ട് വരാൻ പറയണം. എന്നിട്ട് അവളെ ഒറ്റയ്ക്ക് ഒരിടത്തേക്ക് വിളിക്കണം. എന്നിട്ടൊന്ന് സ്നേഹത്തോടു കൂടി സംസാരിക്കണം. തൊടയും പിടിക്കുകയൊക്കെ ചെയ്താൽ മതി, ഒക്കെ ശരിയായിക്കോളും. പിന്നെ നിൻ്റെ അമ്മയെക്കുറിച്ച് 10 കുറ്റവും കൂടി നീ പറഞ്ഞോ, കാരണം അവളെ വഴക്ക് പറയുന്നുണ്ടാവുന്നില്ലെങ്കിൽ അത് നമുക്ക് സന്തോഷമാവുമല്ലോ. നീ എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളെ നിൻ്റെ സോപ്പിട്ട് വയ്ക്കണം, അതാ വേണ്ടത്. അങ്ങനെ അടുക്കണം. നീ ഒന്ന് എറിഞ്ഞു നോക്ക്, വീഴുമെന്നറിയാലോ. വീഴും എന്നൊക്കെ ഇങ്ങനെ എരികേറ്റി കൊടുക്കാട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ രേവതിക്കുട്ടിയെ കാണിക്കുക. രേവതിക്കുട്ടി ഒരു കപ്പിൽ പാവയ്ക്ക ജ്യൂസുമായിട്ട് നേരെ മാമച്ചൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. മാമച്ചനാണെങ്കിൽ മീശയിലും മുടിയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാട്ടോ വരുന്നത്. വന്നിട്ട് ഒന്ന് പേടിപ്പിക്കുന്നുണ്ട്. അയാൾ ആകെ പേടിച്ച് പോവാട്ടോ. അങ്ങനെ രേവതിക്കൊരു വഴക്ക് കൊടുക്കുകയാണ്. എടി ഈ സമയത്താണോ ഈ വന്ന് പേടിപ്പിക്കുന്നത്? ഈ കത്തിരി എങ്ങനെ എൻ്റെ മൂക്കിലേക്ക് കൊണ്ടുപോയി കയറിക്കൊണ്ടെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ ചോദിക്കുക. പിന്നെ വല്ല പട്ടാളക്കാരനെന്നാണ് പറയണത്. എന്നിട്ടെന്താ ഇത്ര പേടി? പട്ടാളത്തിൽ പീരങ്കിയൊക്കെ വയ്ക്കുമ്പോഴാണോ ഇവിടെ? അതൊന്നും എനിക്ക് പേടിയില്ല. പക്ഷേ ഇത് ജീവൻ പോലും പോണ കാര്യമാണ്. ഇപ്പോൾ മൂക്കിലെങ്ങനെ കയറിക്കൊണ്ടെങ്കിലോ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയാം. എന്തായാലും ഈ പാവയ്ക്ക ജ്യൂസ് മാമച്ചൻ കുടിക്കണമെന്ന് പറയുമ്പോൾ ആദ്യം മടിക്കുക കേട്ടോ. പക്ഷേ ഗ്രേസമ്മ തന്നു വിട്ടതാ. അറിയാലോ ഗ്രേസമ്മയുടെ സ്വഭാവം. മുഴുവനും കുടിച്ച് ക്ലാസ്സും കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ. ആണോ? എന്നാൽ പിന്നെ ഞാൻ കുടിക്കണില്ല, നീ ഞാൻ ഇവിടെ വച്ചിട്ട് ഞാൻ കുടിച്ചോളാം. അങ്ങനെയില്ല, ഞാൻ കൊണ്ടേ പോവുള്ളൂ. ഞാൻ അങ്ങോട്ട് തിരിയുമ്പോൾ ഇതിനടുത്ത് വാഷ് ബേസിൽ ഒഴിക്കാനല്ലേ, ഞാൻ സമ്മതിക്കത്തില്ല, കുടിച്ചിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ പാവയ്ക്ക ജ്യൂസിനെ കുടിപ്പിക്കുക കേട്ടോ. അയാൾ പാവയ്ക്ക ജ്യൂസ് എല്ലാം കുടിച്ചിട്ട് ക്ലാസ് തിരിച്ച് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് കുക്കുംബറൊക്കെ അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതൊക്കെ കഴിക്കണില്ലെങ്കിൽ ചോദിക്കുമ്പോൾ എടി മര്യാദയ്ക്കോട്ട് വച്ചിട്ട് പൊക്കോ, ഇല്ലെങ്കിൽ ഞാൻ തൂക്കെടുത്ത് ഞാൻ വെളിയിൽ അറിയും കേട്ടല്ലോ. പൂച്ചയുടെ ചെവിയിലൊക്കെ തൂക്കിയെടുത്തിടൂലേ, അതുപോലെയാണോ? ചിലപ്പോൾ അതുപോലെ തന്നെ ആവും. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ അധികം നാൾ ഇവിടെ വാഴിക്കില്ലടി എന്നൊക്കെ പറയണം കേട്ടോ. പക്ഷേ രേവതിക്ക് ആ കുറുമ്പൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ട് നേരെ രേവതി രേവതി പോവാടെ എപ്പിസോഡ് ചെയ്യുന്നത്. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.